നമസ്കാരം. എയർ ടാക്സികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. സാങ്കേതിക വിദ്യകൾ അടക്കി വാഴുമ്പോഴും പല വികസിത രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഗതാഗത പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇത്തരം ഘട്ടത്തിലാണ് പല രാജ്യങ്ങളും എയർ ടാക്സികളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയതും അത് യാഥാർത്ഥ്യമാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയതും. എന്നാൽ ഇക്കാലം അത്രയും ഗൾഫ് രാജ്യങ്ങളിലൊക്കെയാണ് എയർ ടാക്സികളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവുക. അപ്പോഴും അത് എന്ന് നമ്മുടെ രാജ്യത്ത് നടപ്പിലാകുമെന്ന് നമ്മളിൽ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും. ആ ചിന്തയും യാഥാർത്ഥ്യമാകാൻ അധിക നാളുകൾ വേണ്ട എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത്. രാജ്യത്തെ പല വലിയ നഗരങ്ങളിലും എയർ ടാക്സികൾ ഉടൻ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ സർല ഏവിയേഷനാണ് ഇന്ത്യയിൽ എയർ ടാക്സി സംവിധാനം ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. നേരത്തെ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 സർല ഏവിയേഷൻ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് എയർ ടാക്സിയുടെ പ്രോട്ടോടൈപ്പ് പുറത്തുവിട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ ഇന്ത്യയിൽ ബംഗളൂരു, ഡൽഹി, മുംബൈ തുടങ്ങിയ 3 മെട്രോ നഗരങ്ങളിലായാണ് എയർ ടാക്സി പ്രവർത്തനം ആരംഭിക്കുക എന്നാണ് വിവരം. IT ഹബായ ബംഗളൂരുവിലാകും എയർ ടാക്സി സേവനം ആദ്യം ആരംഭിക്കുക എന്നും വിവരമുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ തന്നെ രാജ്യത്തുടനീളം എയർ ടാക്സി സേവനങ്ങൾ ശക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സർല ഏവിയേഷൻ കമ്പനിയുടെ CEO അഡ്രിയാൻ ഷ്മിഡിൽ അഭിപ്രായപ്പെടുന്നു. 2028ഓടെ 30 പറക്കം ടാക്സികൾ വിന്യസിക്കാനാണ് കമ്പനി ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ലക്ഷ്യത്തോടെ കമ്പനി കൂടുതൽ നിയമനങ്ങൾ നടത്തി വരുന്നു. വർഷാദ്യം 20 ആയിരുന്ന ജീവനക്കാരുടെ എണ്ണം നിലവിൽ 47 ആക്കിയിട്ടുണ്ട്. വർഷാവസാനത്തോടെ ഇത് 80 മുതൽ 120 വരെയായി ഉയർത്താനും കമ്പനി പദ്ധതിയിടുന്നുണ്ട്. കമ്പനിയുടെ പദ്ധതിയിൽ ആകൃഷ്ടരായി നിരവധി സ്ഥാപനങ്ങൾ ഫണ്ടിങ്ങിന് തയ്യാറെടുക്കുന്നുവെന്നും ചില റിപ്പോർട്ടുകളുണ്ട്. അടുത്തിടെ ഫണ്ട് ഹൗസായ ആക്സൽ വഴി കമ്പനിയിൽ $10 മില്യൺ നിക്ഷേപം എത്തിയിരുന്നു. ഫ്ലിപ്കാർട്ടിന്റെ ബിന്നി ബൻസാൽ, സെറോദയുടെ നിഖിൽ കാമത്ത്, സ്വിഗ്ഗിയുടെ ശ്രീഹർഷ മജേദി എന്നിവരുടെ നിക്ഷേപം ഇതിൽ ഉൾപ്പെടുന്നു. സേവനങ്ങൾ നൽകുന്നതിലെല്ലാം മറിച്ച് ഇലക്ട്രിക് എയർ ടാക്സികൾ നിർമ്മിക്കുന്നതിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എയർ ടാക്സി പദ്ധതി പ്രാവർത്തികമാകുമ്പോൾ ദൂരത്തിന്റെയും സമയത്തിന്റെയും കാര്യത്തിൽ വലിയ മുന്നേറ്റവും സംഭവിക്കുന്നു. 27 കിലോമീറ്റർ ദൂരം വെറും 7 മിനിറ്റിനുള്ളിൽ മറികടക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സാധാരണഗതിയിൽ കാറിൽ സഞ്ചരിക്കാൻ 60 മുതൽ 90 മിനിറ്റ് വരെയാണ് ഈ യാത്രയ്ക്ക് വേണ്ടി വരിക. പൈലറ്റിന് പുറമെ 4 യാത്രക്കാർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് എയർ ടാക്സികൾ രൂപകൽപ്പന ചെയ്യുന്നത്. ഒറ്റ തവണ ചാർജ് ചെയ്താൽ ഏകദേശം 180 കിലോമീറ്റർ വരെ ഇതിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. കുറഞ്ഞ ചാർജ് സമയത്തിൽ ദ്രുതഗതിയിലുള്ള ബാക്ക് ടു ബാക്ക് ഫ്ലൈറ്റുകൾക്കായി കുറഞ്ഞ സമയം മാത്രമേ ചാർജ് ചെയ്യാൻ എടുക്കുകയുള്ളൂ എന്ന് പ്രത്യേകതയുമുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം മണിക്കൂറിൽ 280 കിലോമീറ്റർ വേഗത്തിൽ പറക്കാൻ ഈ സീറോ എയർ ടാക്സികൾക്ക് സാധിക്കും. പരമാവധി ഫ്ലൈയിങ് റേഞ്ച് 160 കിലോമീറ്ററാണ്. മൊത്തം 680 കിലോഗ്രാം ഭാരം വഹിക്കാനും ഇവയ്ക്ക് സാധിക്കും. അതേസമയം ലോജിസ്റ്റിക്സ്, പാഴ്സൽ മേഖലയ്ക്കും എയർ ടാക്സി ഒരു മുതൽക്കൂട്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. മെഡിക്കൽ രംഗത്തും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവയ്ക്ക് പറന്നുയരുന്നതിന് റൺവേകളുടെ ആവശ്യമില്ല. ഹെലിപാഡിന് സമാനമാകും പ്രവർത്തനങ്ങൾ. 2026ഓടെ എയർ ടാക്സി സേവനങ്ങൾക്കായി ഇന്ത്യ സജീവമായി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് ലംബർ ടേക്ക് ഓഫ് ലാൻഡിംഗ് വിമാനങ്ങൾക്കുള്ള എയർ യോഗ്യതാ മാനദണ്ഡങ്ങൾ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ സ്ഥാപിച്ചു കഴിഞ്ഞു. വിമാന കമ്പനിയായ ഇൻഡിഗോ ഇതിനോടകം ആർച്ച് ഏവിയേഷന് 200 എയർ ടാക്സികൾക്കുള്ള ഓർഡർ നൽകിയിട്ടുണ്ട്. സാധാരണ വിമാന ടിക്കറ്റുകളെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിലാകും എയർ ടാക്സി സേവനങ്ങൾ ലഭ്യമാകുക എന്നാണ് വിവരം.